ദേ വന്നൂട്ടോ. ആ നീ മോൻ കഴിയ റെഡിയാവ്. ഷൈനിയ ഗ്ലാസ് എങ്ങെടുത്തെ. ഇത് കഴുകണ്ടേ? ആ പിന്നെ വേഗാവട്ടെ. ഇതാണ് പയ്യൻ. ചായ കുടിക്ക. ഇത് കുറച്ചുനാൾ മുമ്പെടുത്ത ഫോട്ടോയാണേ. ഇപ്പൊ ഇതിനേക്കാളും കാണാൻ കൊള്ളാം. ആ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാനിരിക്കായിരുന്നു. ഫോട്ടോയും കണ്ടു, ഇതാ ഇപ്പൊ പെണ്ണിനെയും കണ്ടു. പെണ്ണടിപൊളിയാ, സൂപ്പറാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാ. ഓക്കെ അല്ലേ? അതെ ഓക്കെയാണ്. പയ്യൻ നിശ്ചയത്തിന് ഉണ്ടാവില്ല. കല്യാണത്തിനുണ്ടാവില്ലേ? കല്യാണത്തിനും ഉണ്ടാവില്ല. അയ്യോ കല്യാണത്തിനുണ്ടാവും. അപ്പം നല്ലൊരു ദിവസം നോക്കി നമുക്ക് നിശ്ചയം നടത്തിയാലോ? പിന്നെ പ്രസാദിന്റെ ലീവ് അനുസരിച്ച് മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഏപ്രിൽ നിശ്ചയം വെച്ചിട്ട് മെയ്യിൽ കല്യാണം നടത്താം. എന്താ? അതെ, ഞങ്ങള് ഒന്ന് ആലോചിച്ചിട്ട് പറയാം. മതി 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 മതി. പറഞ്ഞാ മതി. ശരി, അർച്ചനയുടെ നമ്പർ വാങ്ങിയിട്ടുണ്ട്. പ്രസാദ് ഒന്ന് വിളിക്കും. ശരി എന്നാ കാണാം. അപ്പൊ കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരെ? പെണ്ണിനാ. നിങ്ങൾക്കല്ല, പ്രസാദിന് ഇഷ്ടപ്പെടുവാവോ? അതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടു. പയ്യന് ദുബായില് ആ പ്ലെയിനിൽ എന്താന്നാ പറഞ്ഞേ? പ്ലെയിനിലൊന്നുമല്ല, ട്രാവൽസില് ബുക്കിംഗ് ഓഫീസിലാ. ഓ, നിന്റെ ജോലിക്കാരിഞ്ഞിപ്പോ എന്താ ചെയ്യാ? ഒറ്റ മോനും ഒറ്റ മോളും. മോന്റെ പേര് പ്രസാദ്. ആ പെങ്ങളുട്ടിയുടെ പേരെന്തായിരുന്നു? പ്രവീണ. ആ പ്രവീണ. നീ ആ പ്രിൻസിപ്പാളിനെ പോയി കണ്ട് കാര്യം പറ. അതൊന്നും നടക്കും തോന്നണല്ലോ അച്ഛാ. ഞാൻ PSC ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കാം. കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ പോവാനിരിക്കല്ലേ, പിന്നെ എന്തിനാ PSC? ഈ വന്ന കൂട്ടരോട് ഇനിയിപ്പോ എന്താ പറയണ്ടേ? അവരുടെ സമ്മതാന്ന് പറയേ. ഹലോ ഹലോ, പ്രസാദാണ്. ആരാണ്? അത് ഇന്ന് പെണ്ണ് കാണാൻ വന്നിരുന്നില്ലേ? പ്രവീണ. ആ ഇപ്പൊ എവിടെയാണ്? വീട്ടിലാ. ഞാനിവിടെ ബുക്കിംഗ് ഓഫീസിലാ, അക്ബർ ട്രാവൽസ്. പ്രവീണ പറഞ്ഞില്ലേ? ആ പറഞ്ഞിരുന്നു. അർച്ചന ഏത് സ്കൂളിലായിരുന്നു? ഞാനിവിടെ പർളി ഹയർ സെക്കൻഡറി സ്കൂളില്. പിന്നെ ഇന്ന് ചെറുതായി ഒന്ന് ജോലി പോയി. അത് സാരല്ല, നമുക്ക് ഇനിയും ജോലി നോക്കാലോ. വേണമെങ്കിൽ നാട്ടിൽ ജോലി നോക്കാം, അല്ലെങ്കിൽ ഗൾഫിൽ തന്നെ ടീച്ചേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ട്. പിന്നെ ഫുഡ് കഴിച്ചോ? ഇല്ലില്ല, ഇവിടെ കഴിക്കുന്നേ ഉള്ളൂ. അവിടെ കഴിച്ചോ? ഹേയ്, ഇവിടെ കഴിക്കാൻ സമയാവുന്നേ ഉള്ളൂ. ഇനി റൂമിൽ ചെന്നിട്ട് വേണോ വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കാൻ. ഓ പിന്നെ ഞാൻ നന്നായി കുക്ക് ചെയ്യട്ടോ. മീറ്റിംഗ് ടൈമായി. പിന്നെ ഇവിടെ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടേ. എന്താണെങ്കിലും പ്രവീണെ വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ ശരി. ജാതകദോഷം എന്നൊരു പ്രശ്നമല്ല, നമുക്ക് ഈ കല്യാണം വേണേ അടുത്ത ആഴ്ച തന്നെ നടത്താം. പിന്നെ സ്ത്രീധനായിട്ടൊരു 100 പവനും ഒരു 2 ലക്ഷം രൂപയും തന്നാ മതി. കുഞ്ഞേറ്റൊന്നും പറയണ്ട. വരുന്ന വഴിക്ക് നമ്മുടെ പയ്യനും കുട്ടിനും വാസുവിന്റെ മോളെ ഒന്നും കണ്ടു. പയ്യനിപ്പോ ആ പെണ്ണ് മതി എന്നായി. അവരിതപ്പോ അവിടെ ഉറപ്പിക്കാൻ നിൽക്കും. പയ്യന്റെ അമ്മാമാരോട് കൂടി ആലോചിച്ച് ഞാൻ പറയാം. കുടുംബത്ത് കേട്ടാ കൊള്ളൂല, കൊല്ലം മുടിയും. പിന്നെ അറിഞ്ഞോണ്ട് കുഴി ചാടണ്ടട്ടാ. എന്റെ ശബ്ദം ഈ വീട് വിട്ട് പുറത്തേക്കൊന്നും പോവില്ല. പക്ഷെ അവളുടെ ഭൂലോകം കൊല്ലുന്നു. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? എന്നും വഴക്കാന്ന്. കണ്ണ് തെറ്റിയ തോന്നിയാസം മറിക്കാം. നിശ്ചയം നടന്നു വരുമ്പോ ഒന്നുകൂടെ ആലോചിക്കണം. എനിക്കൊക്കെ അല്ല. അയ്യോടാ, വീട് മാറിപ്പോയിടാ. ഈ വീടും ചുറ്റുപാടും
പരിപാടിയൊന്നും തീരെ പോരാ. 27 third umpire. ചെയ്തില്ല. 29 match fixing. ഈ ബന്ധം നമുക്ക് വേണ്ട ചേച്ചി. ചെക്കനെ 2 കിട്ടിയതാ. ഇന്നലെ അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞേ. 31 match wins. ഞങ്ങൾക്ക് ഓക്കെയാണ്. ഇത് ഉറപ്പിക്കാം. ഒരു മണിക്കൂറായി ബൾബിടാൻ തുടങ്ങിയിട്ട് ഇനി ശരിയായിട്ടില്ല. നിങ്ങൾ കോൺസെൻട്രേഷൻ കളയും. പിന്നെ ശാസ്ത്രജ്ഞനല്ലേ. ഹലോ ഹലോ ഹലോ, ഞാൻ ബ്രോക്കറാണ്. ആ പറഞ്ഞോളൂ. അതെ, അടുത്ത ബുധനാഴ്ച നല്ലൊരു ടീം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടീമാ. അത് നല്ല ടീം, ഇത് വേറെ സൂപ്പർ ടീം. ഇനിയിപ്പോ ആരെയും കൊണ്ടുവരണ്ട. അയ്യോ അതെന്താ, ഞാൻ കൊണ്ടുവരാം. എന്റെ അച്ഛനാണ് സത്യം. അതല്ല, കഴിഞ്ഞ ആഴ്ച ഒരു ടീം വന്നിരുന്നു. ആരും ഇട്ട് ഞാൻ വിട്ടില്ലല്ലോ. അതറിയില്ല, അവര് വന്നു പോയി. എന്തായാലും അവര് വന്നു പോയില്ലേ, ഇനി ഇവര് വരട്ടെ. ഇല്ല, ഞങ്ങള് ആ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ചു. എപ്പോ? പിന്നെ വരുന്ന ഏപ്രിലിൽ നിശ്ചയമാണ്. ഷടാ, ഹലോ, നല്ലൊരു ടീമാണ്. ഹലോ, എന്താ ബ്രോക്കറെ, ഫ്യൂസ് പോയാ? ഫ്യൂസ് നിന്റെ അച്ഛൻ ഞാൻ ഇറങ്ങാണേ. ആ, എവിടേക്കാ? ഞാൻ പറഞ്ഞില്ലേ റിലീവിംഗ് ലെറ്റർ വാങ്ങിക്കാൻ. ആ. പോട്ടെ. താങ്കളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഇവിടെ തന്നെ കളവാ. തന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചി ചേച്ചി വിളിക്കുന്ന തന്നെ. ആ മോളെ, പെയിന്റിൽ ഫൈബർ ഉണ്ടോ? കുറേശ്ശുണ്ട്. ഫൈബർ ഉണ്ട്. ഭയങ്കര ഡള്ളാണല്ലോ, എന്തു പറ്റി? ആ, ഇവിടെ ഭയങ്കര പണിയാടോ. പിന്നെ തന്റെ സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ ഒന്നല്ല ഇവിടെ. ആ, 2 ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നോ? പഠിപ്പിച്ചു നോക്ക, അപ്പ അറിയാം. എടോ, പിന്നെ തന്റെ തന്റെ മറ്റാ നിശ്ചയപ്പാട്ടുണ്ടായില്ലേ? ആര്? സതീശൻ. സതീശൻ. പുള്ളി എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യണ്ട. ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. അതെ, അയാള് ഭയങ്കര വെറുപ്പിക്കല. ഞാൻ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടെ. എന്തായാലും രക്ഷപ്പെട്ട നന്നായി. അതെന്താ? അല്ല, അതുകൊണ്ടല്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് എന്താ പറ? ഒന്നുമില്ല. പറ. ഒന്നുമില്ലടോ. കരണ്ടാണ്, ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. എന്തോ നിങ്ങൾ കാണിച്ച് വീട് കത്തിക്കൂ. ഒന്നുമില്ല അമ്മായി, അത് ഫ്യൂസ് പോയതാണ്. ഇവന്മാരുടെ വിചാരം കണ്ടാ ഞാനെന്തോ KSAB കത്തിച്ചളഞ്ഞ പോലെയാണ്. മൂടിയിട്ടിരിക്കണം അവിടുന്ന്. ആരാ പറഞ്ഞത്? എന്താ അവിടെ വീണേ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. മാറാടുന്ന്. എവിടുന്ന് വരുന്ന ഈ കുരിപ്പുകളൊക്കെ? ബേബി, എന്താ അവിടെ ഒച്ച കേട്ടെ?